ഹായ് ഗൈസ്, ഇറ്റ്സ് മീ സേഡ. നമുക്കൊരു പാലവാടി പോയാലോ? അപ്പം നിങ്ങൾ ചിന്തിക്കൂ, എന്തിനാണ് പാലയ്ക്ക് പോകുന്നേന്ന്? നമുക്ക് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങണ്ടേ? ഞങ്ങൾ മാസത്തെ ഒരിക്കലാണ് വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും വാങ്ങുന്നത്. പാലപ്പേത്താളൂത്തിലെ ഹൈദീസിലാണ് നമ്മൾ പോകുന്നത്. ഒരു മാസത്തെ സാധനങ്ങളായതുകൊണ്ട് വലിയ ട്രോളി തന്നെ എടുത്തേക്കാം. അമ്മയുടെ കയ്യിലൊരു പേപ്പർ കണ്ടോ? ആ മൊത്തം സാധനങ്ങളുടെ ലിസ്റ്റാണ്. ആദ്യമേ എനിക്കുള്ള സാധനം ഞാൻ ഒപ്പിച്ചു. ഹൈദീസ് വന്ന പാത്തൊക്കെ കേട്ട് സമയം പോകുന്ന പോലെ അറിയില്ല. എന്നാൽ വൈബായിട്ടങ്ങ് പർച്ചേസ് ചെയ്ത് പോവാം. അങ്ങനെ ട്രോളിലാൽ എൻ്റെ തലയിലായി. ഞാൻ സാധനങ്ങൾ പെടുക്കാതിരിക്കാൻ അപ്പായും അമ്മയും തന്ന പണിയായ ഈ തള്ള അവിടെ അടുക്കി വെച്ച കടല അപ്പത്തായി നിന്ന് നശിപ്പിച്ചു. നല്ല സാധനമായിരുന്നു, പക്ഷെ അപ്പായി അമ്മ എനിക്ക് മേടിച്ചു തന്നില്ല. അങ്ങനെ തള്ളി ഞാൻ ഷൂസിന്റെ അവിടെ വരെ എത്തി. ട്രോളിക്ക് വീട്ടിൽ ഓടുന്നുണ്ടോന്ന് സംശയം. കുറെ ഷൂസ് ഉണ്ട്, എങ്കിലോട് പേടിക്കാതിരിക്കുക, ജ്യൂസ് ഒടിച്ച് കുടിക്കാലോ. പഴങ്ങൾ, പച്ചക്കറികൾ, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. എവിടെവേണേലും എടുക്കാം. നമ്മളെവിടെ പോയി അടി കഴിച്ചാലോ ടേസ്റ്റ് ചെയ്തിട്ട് അടി മേടിക്കാം. അതുപോലെ അവയ്ക്ക് അടിയിട്ടില്ല. ഇത്രയും വലിയ കടയായതുകൊണ്ട് ഞാൻ നടന്നു മടുത്തു. ഇനി അല്പം റെസ്റ്റ് എടുത്തിട്ടാവാൻ ബാക്കി. ഇത്രയൊക്കെയുള്ള പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ഇനി എൻ്റെ ചേച്ചൻ എന്തോട് ഐസ്ക്രീമാ, ഒന്നോ മേടിച്ചാടാ അപ്പാനൊന്ന് ഷോപ്പിൽ നോക്കാം. അങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി ബില്ലും സ്ട്രെസ്. അങ്ങനെ എല്ലാ സാധനങ്ങളും മേടിച്ച് ബില്ലും കൊടുത്തിറങ്ങി. അവിടുന്ന് നേരെ പിത്തപ്പിള്ളിലേക്കാണ് പോയത്. ഇവിടെ എന്തോ സർപ്രൈസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. വാ നമുക്ക് നോക്കാം. ഓഹോ, വാഷിംഗ് മെഷീൻ മേടിക്കാനായിരുന്നൂലേ. കുറേ നാളായി അമ്മ ആഗ്രഹിക്കാനായിരുന്നു. ഇന്നായിരുന്നു ആ സപ്പണ പൂവാണിങ്ങട്. അങ്ങനെ എല്ലാ വാഷിംഗ് മെഷീനും കണ്ട് ഏഴേക്കണമെന്നാ കൺഫ്യൂഷനായിപ്പോയി ഞങ്ങൾ. അവസാനം ഞങ്ങൾ ഓർന്ന് ഓടിപ്പിച്ചു. ഇതിനാണെങ്കിൽ പൊക്കം കുറവാ, അകത്തെങ്ങനെ സംഭവിക്കുന്നതിന് കാണാൻ പറ്റൂലോ. ബില്ലിന് വേണ്ടി വേട്ടേടി നിൽക്കുവാണ് ഞങ്ങൾ. പിത്തപ്പള്ളിയിലെ ചേട്ടന്മാരെല്ലാം നല്ല സൂപ്പറാ. എല്ലാവരും ഞാൻ ചാക്കിട്ട് സബ്സ്ക്രൈബേഴ്സ് ആക്കി മാറ്റി. അങ്ങനെ വാഷിംഗ് മെഷീൻ ചേട്ടന്മാരെ വീട്ടിൽ വെച്ചു. ഞാനും അമ്മയും കൂടെ അൺബോക്സ് ചെയ്യാൻ തുടങ്ങി. ഇതായിരുന്നു ഇന്നത്തെ ഞങ്ങളുടെ ഒരു ദിവസം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ.